ലോകത്ത് എവിടെ പോയാലും മലയാളി തന്നെ കാണുന്ന കാഴ്ചയാണ് രാവിലെ കണ്ടത്. വിധു രാവിലെ തന്നെ വൈൻ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ പോയി ക്യൂ നിന്നു. കുറേ കഴിഞ്ഞാണ് അറിയുന്നത് ഇന്ന് അവധിയാണെന്ന്. എടുത്തുകൊണ്ട് പോയ സഞ്ചിയെല്ലാം വേസ്റ്റായി തിരിച്ചു നടക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് രാവിലെ ഇറങ്ങി ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോയത്. അവസാനം ഒരു തരത്തിൽ തിരിച്ച് ഹോട്ടലിലെത്തി. ഹൈദരാബാദിൽ രാവിലെ പെട്രോളിങ്ങിന് പോകുന്ന പോലീസാണ്. അവർ കുതിരപ്പുറത്താണ് സാധാരണ പോകുന്നത്. ഇലക്ഷൻ ആയതുകൊണ്ട് വൈൻ ഷോപ്പെല്ലാം അവധിയായിരുന്നു. ഉച്ച കഴിഞ്ഞേ തുറക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കണ്ട് തിരിച്ച് നേരെ ഹോട്ടലിൽ വന്നു. രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ലൈവ് മസാല ദോശയും ഇഡലിയും എല്ലാം ഉണ്ട്. തൽക്കാലം കുറച്ച് സാലഡ്സും സാധനങ്ങളും എടുത്ത് കഴിച്ചു. ശേഷം നേരെ റൂമിലേക്ക് പോയി. ഇന്ന് വൈകുന്നേരമാണ് ഞങ്ങളുടെ ചെക്കൗട്ട്. അപ്പോൾ അതിന് മുന്നേ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ച ശേഷം പുറത്തേക്ക് വീണ്ടും ഇറങ്ങി. കുറച്ച് പർച്ചേസിങ് ഉള്ളതിനാലാണ് പുറത്തേക്ക് ഇറങ്ങിയത്. വീണ്ടും ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി വിധു കാത്തു നിൽക്കുകയാണ്. അത്യാവശ്യം കറങ്ങിയ വൈകുന്നേരം ഞങ്ങൾ ചാർമിനാറിലെത്തി. എവിടെ എപ്പോൾ വന്നാലും ഞങ്ങൾ ചാർമിനാറിൽ വന്നതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ മിലൻ ജ്യൂസ് സെൻ്ററിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് വിധു മാറുന്നൊരു ലക്ഷണമുണ്ട്. മിലൻ ജ്യൂസ് സെൻ്ററിൽ ഞങ്ങൾ ഓരോ വട്ടം വരുമ്പോഴും ഇവിടുത്തെ മൾബറി മലായി ട്രൈ ചെയ്യുന്നതാണ്. ആര് വന്നാലും ഇവിടുന്ന് മൾബറി മലായി ഒന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. 170 രൂപയ്ക്ക് അടിപൊളി ഐറ്റമാണ്. ഇവിടുത്തെ ഒരു ട്രേഡ് മാർക്ക് തന്നെ ഈ മൾബറി മലായിയാണ്. ചാർമിനാറിൽ നല്ല തിരക്കാണ്. പൊതുവേ തിരക്ക് വൈകുന്നേരങ്ങളിൽ കൂടും. ഇപ്പോൾ ഇലക്ഷൻ്റെ ഒരു ഇതൊക്കെ വെച്ചുകൊണ്ട് ഹോളിഡേയ്സ് കൂടുതൽ കിട്ടിക്കൊണ്ടുള്ള തിരക്കാണ്. കൂടുതലും വസ്ത്രങ്ങളാണ് ഇവിടെ വാങ്ങിക്കാൻ എളുപ്പം. പിന്നെ നിമ്ര ബേക്കറിയിൽ പോയാൽ നല്ല ഓതൻറ്റിക് ആയിട്ടുള്ള കറാച്ചി ബിസ്ക്കറ്റും ഓസ്മാനി ബിസ്ക്കറ്റും കറാച്ചി ഇറാനി ചായയും എല്ലാം കിട്ടും. അത്യാവശ്യം നല്ല തിരക്കാണ്. പിക്ക് പോക്കറ്റുകളും ഉണ്ട്. അപ്പോൾ അതും സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നേരെ വീണ്ടും ഞങ്ങൾ നവാബ് ഹോട്ടലിലോട്ടാണ് പോയത്. അപ്പോൾ കുറച്ച് പർച്ചേസിങ് കഴിഞ്ഞിട്ട് നവാബ് ഹോട്ടലിലാണ് നമുക്കിവിടെ ചാർമിനാറിൽ വരുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു ഹോട്ടൽ. കാരണം ഇവിടെ നല്ല ഓതൻറ്റിക് ഹൈദരാബാദി ബിരിയാണി കിട്ടും. ഈ മട്ടൺ ഹാലിം വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് അവർ ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ പെരുന്നാൾ സമയത്ത് മാത്രമാണ് ഈ മട്ടൺ ഹാലിം അവിടെ വരുന്നത്. ഇത് കഴിക്കാനായിട്ട് നല്ല തിരക്കാണ് കേട്ടോ. ഈ മട്ടനെ ഇട്ടിച്ചിങ്ങനെ ജ്യൂസ് വരുവാക്കിയിട്ട് ഒരു ക്രീം പേസ്റ്റ് വരുവാണ്. ക്രീം പോലെ ഇരിക്കും. ഇവന്മാർ ഈ ഇടുന്ന എക്സ്പ്രഷനൊക്കെ ഓവർ എക്സ്പ്രഷനാണ്. കാരണം അത്രയ്ക്കൊന്നും ഇല്ല. എനിക്ക് കഴിച്ചിട്ട് അത്രയ്ക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം മട്ടൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. ഇതൊരു ക്രീമി പോലെ സാധാരണ നമ്മുടെ ഒരു ബട്ടർ പച്ചക്ക് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ടേസ്റ്റിൽ കുറച്ച് മട്ടൻ്റെ ഫ്ലേവർ വരികയാണ്. അതിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് ആണ് കഴിക്കുന്നത്. ഇവന്മാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും ഒരു ആവറേജ് ആണ് വൺ ടൈം. പക്ഷേ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. കാരണം ആ ഒരു ഫ്ലേവർ. പക്ഷേ എനിക്കത് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത്രയും ആൾക്കാർ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഹൈദരാബാദിൽ കേട്ടോ. മലയാളികളിൽ ഇത്രയും ആക്രാന്തം പിടിച്ച് കുടിച്ചത് യുവമാർ രണ്ടുപേരുമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊക്കക്കോളയൊക്കെ തരുന്നുണ്ട്. അതും കുടിച്ചു. പിന്നെ ഞങ്ങളുടെ ഹൈദരാബാദിലെ ഓതൻറ്റിക് ഹൈദരാബാദി ബിരിയാണി പറഞ്ഞായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഹൈദരാബാദ് വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാർമിനാറിനടുത്തുള്ള നവാബി പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ മാംഗോ മലായും ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും അതിലെ കബാബും ഇവിടുത്തെ എല്ലാ ഫുഡും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഓതൻറ്റിക് ഹൈദരാബാദ് ബിരിയാണി വേണമെങ്കിൽ ഉറപ്പായിട്ട് നവാബി തന്നെ വരണം. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല റഷ് ഉണ്ട് ഇവിടെ. അതൊരു പ്രത്യേകതയാണ്. കാരണം നല്ല ക്വാണ്ടിറ്റിയും നല്ല ക്വാളിറ്റിയുമാണ്. അത്യാവശ്യം പേരെടുത്തൊരു കടയാണ്. 1949 50 തൊട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നല്ല തിരക്കാണ്. ഇന്നിപ്പോൾ ഇത്രയും റഷ് വരുന്നത് ഈ മട്ടൺ ഇവന്മാർ പറയുന്ന ഹാലിം കഴിക്കാൻ വേണ്ടിയാണ് ക്യൂ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ കബാബും ഇതുമൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഒരു ചിക്കൻ ബിരിയാണിക്ക് 340 സംതിങ് വരുന്നുണ്ട് കേട്ടോ. വിത്ത് GST ആണ്. ഇവിടെ GPay എടുക്കത്തില്ല. അതുപോലെ കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കരുതി വേണം കയറാനുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ ബൈ ഹാൻഡ് ക്യാഷ് എടുക്കുക. GPay എന്നവർ അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഇത്രയും തിരക്കുള്ളതുകൊണ്ട് GPayയും കാർഡെന്നവർക്ക് നോക്കാൻ ടൈമില്ല. അതുകൊണ്ട് അവർ നോക്കത്തില്ല. ഈ കുടിക്കുന്ന തംസപ്പ് 25 റുപ്പീസാണ് കേട്ടോ. മട്ടൺ ഹാലും അവർ ലൈവ് അടിച്ച് കൊടുക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാർ. പ്രത്യേകിച്ച് ഈ ഈദ് സമയമാകുമ്പോൾ എല്ലാവരും ഒരു ഇതുപോലെ മറ്റേ KFC മേടിക്കുന്നതിലൊക്കെ മേടിക്കും. അത് കഴിഞ്ഞ് നേരെ വിധു ബിവറേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ മദ്യത്തിന് വിലക്കുറവെന്ന് പറഞ്ഞ് ഒന്ന് കയറിയാണ്. പക്ഷേ നല്ല വിലയുണ്ട് കേട്ടോ. കേരളത്തിലെ സെയിം വിലയൊക്കെ തന്നെയാണ് ഏകദേശം. വലിയ വിലക്കുറവൊന്നുമില്ല. അത് കഴിഞ്ഞ് ലോക്കൽ കൗണ്ടറിലും നമ്മുടെ വിധുവാശം പോയായിരുന്നു. അവിടെയും സെയിം വിലയാണ്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ മദ്യം കിട്ടും കേട്ടോ. 250 രൂപ കൊടുക്കും. അതിൻ്റെ പേരൊന്നും അറിയാത്തതുകൊണ്ട് മേടിച്ചില്ല. പിന്നും GPay നോക്കി അതും അവിടെ എടുക്കത്തില്ല. അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി കിട്ടിയ മദ്യമായിട്ട് നേരെ തിരിച്ചു വന്നു. ഞങ്ങൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ കേരളത്തിലേക്ക് തിരിക്കുകയാണ്. നമുക്ക് പറഞ്ഞ പോലെ ഒരു ട്രെയിനേ വിടുന്നുള്ളൂ. അപ്പോൾ തിരിച്ച് നമുക്ക് ഫ്ലൈറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ കൊച്ചിക്കാണ് ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തത്. അപ്പോൾ ഹൈദരാബാദ് പോകുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ട്രെയിൻ എടുക്കുക, ഇങ്ങോട്ട് ഫ്ലൈറ്റ് എടുക്കുക. ഇത്രയാണ് പ്രധാനപ്പെട്ട കാഴ്ചകളും കാണേണ്ട സ്ഥലങ്ങളും. അപ്പോൾ എല്ലാവരും ഒരു വട്ടം ഹൈദരാബാദ് പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക.